ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏരിയയെക്കുറിച്ചാണ്. എന്താണ് ഏരിയ? ദ സ്പേസ് ഇൻസൈഡ് എ 2-dimensional ഫിഗർ ഈസ് കോൾഡ് ഏരിയ. അതായത് നീളവും വീതിയും ഉള്ള ഒരു 2 ഡയമെൻഷനുള്ള ഒരു ഫിഗർ, അതിൻ്റെ അകത്ത് എന്തുമാത്രം സ്പേസ് ഉണ്ടോ അതിനെയാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആകാം, സെൻറ്റിമീറ്റർ സ്ക്വയർ ആകാം. ഏതളവാണോ എടുക്കുന്നത് അതിൻ്റെ സ്ക്വയർ, അത് 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും ഇതിൻ്റെ യൂണിറ്റ്. ഇനി കുറച്ച് ക്വാഡ്രിലാറ്ററൽസും അതിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുന്നതെന്നും നോക്കാം. സ്ക്വയറിൻ്റെ ഏരിയയാണ് എ സ്ക്വയർ, അതായത് സൈഡ് എ ആയ സ്ക്വയറിൻ്റെ ഏരിയയാണ് എ സ്ക്വയർ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണെങ്കിൽ അതിൻ്റെ ബേസും ഹൈറ്റും തമ്മിൽ ഗുണിച്ചാൽ മതി. പാരലലോഗ്രാം ആണെങ്കിലും അതുപോലെ തന്നെ ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. റോംബസിനാണെങ്കിൽ ഹാഫ് d1 d2, അതായത് ഡയഗണൽ 1 ഇൻറ്റു ഡയഗണൽ 2 ചെയ്യുക, അതിന് പകുതി എടുക്കുക. ട്രപ്പീസിയം ആണെങ്കിൽ a+b ഇൻറ്റു h/2, അതായത് എയും ബിയും ആണ് അതിൻ്റെ പാരലൽ സൈഡ്സ്, h അതിൻ്റെ ഹൈറ്റ് ആയിരിക്കും. ഇനി പ്രത്യേകിച്ച് അളവുകളൊന്നും ഇല്ല, ഇങ്ങനെ കൃത്യമായ അളവുകളില്ലാത്ത ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ആണെങ്കിൽ d/2 h1 + h2. d/2 എന്ന് പറയുമ്പോഴേക്കും ഡയഗണലിൻ്റെ പകുതി, h1ഉം h2ഉം അത് രണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ട്രയാങ്കിളിൽ നിന്ന് ഡയഗണലിലേക്കുള്ള ഹൈറ്റാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടി ക്ലിയർ ആകും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഒരു സ്ക്വയറിൻ്റെ സൈഡ് 6 ആണ്, അപ്പോൾ അതിൻ്റെ ഏരിയ എത്രയാണ്? 6ൻ്റെ സ്ക്വയർ, അതായത് 6 × 6 36. ഇവിടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. ഓക്കെ, ഇനി റെക്റ്റാങ്കിളിലേക്ക് പോകാം. സൈഡ്സ് 3ഉം 4ഉം ആണെന്നിരിക്കട്ടെ. ഏരിയ ഈക്വൽ ടു 4 × 3 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ പാരലലോഗ്രാമിൻ്റെ നോക്കാം. ബേസ് 4ഉം ഹൈറ്റ് 3 ആണ്. 4 × 3 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ട്രപ്പീസിയം നോക്കാം. ഹൈറ്റ് 5, ഇത് 10, ഇത് 12. ഏരിയ ഈക്വൽ ടു a+b, പാരലൽ സൈഡ്സിൻ്റെ സമ്മ് ഇൻറ്റു ഹൈറ്റ് ബൈ 2. 22 × 5/2, which is 22/2, 11 × 5, 55 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി റോംബസിൻ്റെ ഏരിയ എങ്ങനെയാണെന്ന് നോക്കാം. റോംബസിൻ്റെ പ്രത്യേകത ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള പാരലലോഗ്രാമാണ് റോംബസ്. റോംബസിൻ്റെ ഈ ഡയഗണൽ 8ഉം ഈ ഡയഗണൽ 6ഉം ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2, 24 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ഒരു നോർമൽ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ നോക്കാം. ഇവിടെ ഡയഗണൽ 6, രണ്ട് ഹൈറ്റുകൾ 3ഉം 4ഉം. ഏരിയ ഈക്വൽ ടു d/2 ഇൻറ്റു h1 + h2. അപ്പോൾ 6 × 7/2, 6 × 3 1, 21 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.